ഹേ ഗൈസ്, എല്ലാരും പറയണു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്തു പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഫേക്കാണ് പറഞ്ഞിട്ട് ഗൈസ്, എനിക്കത് ഫേക്കാണ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന്ന് കളിച്ച് എനിക്കതിന്ന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും അതിന് പൈസ കിട്ടുന്നുണ്ട്, അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത വീഡിയോ ചെയ്യുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല. ഫീസ് തൊട്ടായിരിക്കാം, അതിനായിരിക്കും. വേറെ ആരും അതിനെപ്പറ്റി ചെയ്യുന്നില്ല, എന്നെ മാത്രമാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയിരുന്നു, അതിന് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. ഏട്ടാ പൈസ കിട്ടിയ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എങ്ങനെ അത് ഫേക്ക് ആവണത്? ഓരോ വീഡിയോസ് ഇട്ടിട്ട് ഓരോരുത്തർ വെറുതെ ഇരുന്ന് പറഞ്ഞ പോലെ ഗൈസ്, അത് കളിച്ച് നോക്കും. പിന്നെ അറിയില്ല, ഗെയിമിങ്ങിനെ പറ്റി പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും പൈസ കിട്ടണ്ടേ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുജിനും ഫാമിലിയും കൂടി ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം കുറെ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന് എല്ലാ ആൾക്കാരും കൂടി വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ മറുപടിയായിട്ട് സുജിൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട വീഡിയോ ആണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചത്. ഇപ്പൊ എല്ലാ ആൾക്കാരും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് അല്ലേ, എന്ത് വൃത്തികേട് കാണിച്ചാലും എന്ത് തോന്നിവാസം കാണിച്ചാലും സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ, പിന്നെ ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്താണ് കുഴപ്പം. ഇവിടെ സുജി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഏകദേശം 1 മില്യണിനപ്പുറം 1.5 മില്യനോട് അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ അത്രയും സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ, ചതിക്കുന്ന രീതിയിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കുകയാണ്, വഞ്ചിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് കൂട്ടു നിൽക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്പ്, ഈ ബെറ്റിംഗ് ആപ്പ്, ട്രേഡിംഗ് ആപ്പ് എന്നൊക്കെ പറയുന്നത് അത് അത്ര നേരായിട്ടുള്ളൊരു മാർഗമല്ല, ശരിയായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ആരായാലും വിമർശിച്ചു പോകും. ഇത്രയും സൗഭാഗ്യങ്ങൾ നേടിത്തരാൻ സഹായിച്ച സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കുന്നതിന്റെ അത്രയും ഒന്നും പ്രശ്നം ഞങ്ങൾ യൂട്യൂബേഴ്സ് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് റിയാക്ഷൻ യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിച്ച് അവരെ പറ്റിച്ച് 24/7 ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. ആ വിമർശനത്തിൽ ഒരു കഴമ്പും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല സുജിനെ. അതുകൂടാതെ തന്നെ ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് അയാൾക്ക് പൈസ കിട്ടി, ഫേക്ക് അല്ല എന്ന് കരുതിയിട്ടാണ് അയാൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫേക്ക് അല്ലെന്ന് പറയുന്നത്? നിങ്ങളെ അവരുടെ രജിസ്ട്രേഷനോ അവരുടെ സർട്ടിഫിക്കറ്റോ വല്ലതും കാണിച്ചോ? നിങ്ങൾക്ക് പൈസ കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. നിങ്ങൾക്ക് പൈസ കിട്ടും, കാരണം നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണ്, നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൈസ ഇട്ട് തരുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഇട്ട് കൊടുക്കും പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള വെബ്സൈറ്റുകളും ഇതുപോലെയുള്ള ആപ്പുകളും. ആ ലക്ഷങ്ങളും വാങ്ങിച്ച് ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽ സെക്ഷനും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ചെയ്ത് അതിലേക്ക് ആൾക്കാരെ ആകർഷിച്ച്, എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ സുജിന് പ്രത്യേകം പൈസ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ കണ്ട ആൾക്കാരൊക്കെ തന്നെ കാശ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി അതിനകത്ത് കൊണ്ട് പൈസ ഇടും. പൈസ ഇട്ട് കഴിയുമ്പോൾ ആദ്യത്തെ 2-3 മാസമൊക്കെ അവർക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ വലിയ വലിയ തുകകൾ അവർ ഇടുമ്പോഴാണ് പ്രശ്നമാകുന്നത്, അവരുടെ തനി നിറം മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകത്തില്ല. പിന്നെ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വാക്ക് കേട്ട് ഇങ്ങനെയുള്ള ആപ്പുകളിലൊക്കെ കൊണ്ടുപോയി പൈസ ഇടുന്നവര് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് കൈയൊഴിയും. അപ്പൊ അതിനുള്ള മറുപടി സുജിൻ തന്നെ പറയുന്നുണ്ട്, അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത്ര പറയുള്ളൂ, സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്ക്, സ്വന്തം പൈസയാണ്. ഓക്കെ, കിട്ടിയാലും നിങ്ങൾക്കാണ്, പോയാലും നിങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്. കേട്ടല്ലോ, ഇത് തന്നെയാണ് സംഭവം. പോയാലും കിട്ടിയാലും നിങ്ങൾക്ക് കൊള്ളാം. അതായത് അവർ ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം കൂടി ഉണ്ട്. ആ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉത്തരവാദിത്തം വഹിക്കാനും കൂടി തയ്യാറായിട്ട് വേണം ഇങ്ങനെയുള്ള ആപ്പുകളും വെബ്സൈറ്റുകളും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മനസ്സിലായല്ലോ, അവര് കൈയൊഴിയും. പിന്നെ പൈസ പോയി കിടന്ന് കരഞ്ഞോണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ മല്ലു ഫാമിലിയോ അങ്ങനത്തെ യൂട്യൂബേഴ്സോ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് കൊണ്ട് പൈസ തരത്തില്ല. അപ്പൊ സൂക്ഷിച്ചും കണ്ടും നിങ്ങൾ കളിക്കുക. നിങ്ങൾക്ക് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും.